എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ITI അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്, എത്ര രൂപയാണ് ഫീസ് എടുക്കേണ്ടത്, അതുപോലെ മെസ്സേജ് വരാതെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ITI അഡ്മിഷൻ കിട്ടില്ലേ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് itiadmissions.kerala.gov.in/login.php എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ലോഗിൻ ചെയ്യാനായിട്ട്, അത് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ അതായത് ഇവിടെ സെലക്ട് യൂസർ എന്നുള്ളത് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക, അതായത് ഒഫീഷ്യൽ എന്നാണ് കാണാൻ പറ്റുക. അതായത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് SMS വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങളോട് ITIയിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങളോട് ഇന്ന ദിവസം ഇൻ്റർവ്യൂ ഉണ്ട്, ഇന്ന സമയത്തിനുള്ളിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് ITIയിൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനായിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും നിലവിൽ നാളത്തെ ഇൻ്റർവ്യൂവിനായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് രാവിലെ 8 മണിക്കാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഏകദേശം ഒരു 7:30 അവിടെ എത്തേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് 9 മണിക്കാണ്. അപ്പോൾ നിങ്ങളൊരു 9 മണിക്കാവുമ്പോൾ ഏകദേശം ഒരു 8:30 ITIയിൽ എത്തുന്ന രീതിയിൽ പോവുക. കാരണം ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ വിദ്യാർത്ഥികളെ അന്നത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പരിഗണിക്കില്ല. അതായത് നിങ്ങളിപ്പോൾ 9 മണിക്കാണ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ ചില സമയത്ത് നിങ്ങൾ ലേറ്റായിട്ട് ഒരു 11 മണിക്കാണ് എത്തിയതെങ്കിൽ നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂവിന് പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കറക്റ്റ് ടൈമിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പോയിട്ട് അഥവാ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബസ്സിൻ്റെ പൈസയൊക്കെ വെറുതെ വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് എപ്പോഴാണ് എത്താൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ കുറച്ച് നേരത്തെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലേറ്റായിട്ട് അതായത് ഒരു 2 മണിക്കൂറൊക്കെ ലേറ്റായിട്ടാണ് എത്തുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് അതായത് അഡ്മിഷൻ ആയിട്ട് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മെസ്സേജ് വന്നിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അതായത് എനിക്ക് ഇതുവരെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല, അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ITIയിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പേര് ഉണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം SMS അല്ലെങ്കിൽ മെസ്സേജസോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് മെസ്സേജും അതുപോലെ തന്നെ ITIയിൽ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ചില വിദ്യാർത്ഥികൾക്ക് വിളിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ മെസ്സേജ് വന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ മെസ്സേജ് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ITIയിൽ മെസ്സേജിൽ പറഞ്ഞ ഒരു ഡേറ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ITIയിൽ ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫർ ഇല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റൊരു ITIയിലേക്കോ അല്ലെങ്കിൽ ITIയിലെ തന്നെ വേറെ കോഴ്സിലേക്കോ മാറണമെന്നുണ്ടെങ്കിൽ പിന്നീട് തൊട്ടടുത്ത ദിവസം നിങ്ങളിപ്പോൾ ഏതെങ്കിലും ITIയിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട് ITIയിൽ നിന്ന് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് അടുത്ത കോഴ്സിലേക്ക് മാറണം. അപ്പോൾ അങ്ങനെയെങ്കിൽ അതെങ്ങനെയാണ് പറ്റുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു ITIയിലേക്കാണ് മാറേണ്ടതെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റൊരു ITIയിൽ എപ്പോഴാണ് നിങ്ങളെ കൗൺസിലിങ്ങിനായിട്ട് വിളിക്കുന്നത്, അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ITIയിൽ പോയിട്ട് അവിടുത്തെ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ആദ്യം ഈ ഒരു കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ ആദ്യം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിനായിട്ട് itiadmissions.kerala.gov.in/login.php എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഇതൊന്ന് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. ഏത് പേജ് നിങ്ങൾ താഴോട്ടേക്ക് ITIയുടെ വെബ്സൈറ്റിൻ്റെ ഏത് പേജ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താലും ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ് ITIs എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് ITIs എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഗവൺമെൻറ് ITIs ഇൻ കേരള, അതായത് കേരളത്തിലെ ഗവൺമെൻറ് ITIകൾ. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ITIകളിലേക്കാണ് അപേക്ഷിച്ചത് അവിടെയൊക്കെ റീഡ് മോർ എന്ന് പറഞ്ഞുകൊണ്ട് നീല കളറിൽ നിങ്ങൾക്കൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ ഉണ്ടാവും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിൽ നിങ്ങളുടെ പേര് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങളെ ITIയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ITIയിലേക്ക് പോവുക. അതേസമയം നിങ്ങളെ ITIയിൽ നിന്ന് വിളിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ ITIയിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ITIയിലേക്ക് ആണ് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപേക്ഷ ഏതൊക്കെ ITIകളിലാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു ITIകളുടെ ഈ ഒരു റീഡ് മോർ എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതിന് ഏറ്റവും അടിയിലായിട്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാകും. അതായത് ജസ്റ്റ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഓരോ നിങ്ങൾ ഏത് ITIയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഒരു ITIയുടെ ആ ഒരു പേജിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെയായിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അതായത് ആദ്യത്തെ ലാൻഡ് ലൈൻ നമ്പറാണ്, രണ്ടാമത്തേത് മൊബൈൽ നമ്പറാണ്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് വരേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ഞാൻ അടുത്തൊരു ITIയിൽ നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഗവൺമെൻറ് ITIയിൽ ഞാൻ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള റീഡ് മോർ ക്ലിക്ക് ചെയ്യുക. റീഡ് മോർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറഞ്ഞു തരാം.
അപ്പോൾ അടുത്ത പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്, അതായത് ആദ്യത്തെ ലിസ്റ്റ് കാണാം, അതായത് മെട്രിക്സ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് മെട്രിക്സ് റാങ്ക് ലിസ്റ്റ് ആണ്. രണ്ടാമത്തേത് നോൺ മെട്രിക്സ് റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് ഈ ഒരു രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് സെപ്പറേറ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇത് 224 പേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ ചില വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതായത് ഡീറ്റെയിൽസ് അതായത് ടോട്ടലായിട്ട് 5000 സംതിങ് വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണുള്ളത്. അതായത് 5000 എന്ന് പറയുമ്പോൾ ഏകദേശം 5303 വിദ്യാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക. എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു PDF നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നിങ്ങളിപ്പോൾ ഈ ഒരു ബ്രൗസർ ഉപയോഗിച്ചായിരിക്കും ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിന് മുകളിലായിട്ടുള്ള സൈഡിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫൈൻഡ് ഇൻ പേജ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടാബ് വരും. അതായത് സാധാരണ സെർച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ആ ഭാഗം വരും ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പേര് ഇതിൽ എവിടെയാണുള്ളത് അത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തത് നോൺ മെട്രിക്സ് റാങ്ക് ലിസ്റ്റ്, അതായത് വിവിധ കോഴ്സുകൾ നോൺ മെട്രിക്സ് ഉണ്ട്, അതുപോലെ മെട്രിക്സ് കോഴ്സുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ആ ഒരു പേരുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ചില ITIയുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മെട്രിക്സിലും അതുപോലെ നോൺ മെട്രിക്സ് റാങ്ക് ലിസ്റ്റിലും സെയിം അത് നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. എന്നാൽ ചില ITIകളിലേതിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് 2 റാങ്ക് ലിസ്റ്റിലും നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ചില ITIകളുടേതിൽ ഇതുപോലെ കാണാൻ പറ്റും. ഗവൺമെൻറ് ITIs ഏരിയ കോഡ് മെട്രിക്സ് കൗൺസിലിംഗ് 11/2025. അതായത് ഇവിടെ നിങ്ങൾക്ക് വേറൊരു റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൗൺസിലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് 11-ാം തീയതി നടക്കുന്ന കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ അപേക്ഷിച്ച ITIയുടെ ആ ഒരു ലിസ്റ്റിൽ ഇതുപോലെ കൗൺസിലിങ്ങിനായിട്ട് ഹാജരാവേണ്ടവരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കൗൺസിലിങ്ങിന് ഹാജരാകുന്ന വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പും അതായത് ഒറിജിനലും അതുപോലെ തന്നെ പകർപ്പ് അതായത് കോപ്പിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ TCയും അതുപോലെ തന്നെ 2750 രൂപയും ആ ഒരു ഫീസും അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 ഉൾപ്പെടെ രക്ഷിതാവിനോടൊപ്പം 11/7/2025 അനുവദിച്ച് തന്നിരിക്കുന്ന സമയത്തിന് ITIയിൽ എത്തിച്ചേരേണ്ടതാണ്. അന്നേ ദിവസം കൃത്യസമയത്ത് ഹാജരാവാത്തവരെ പിന്നീട് അഡ്മിഷൻ അതായത് അന്നത്തെ ദിവസത്തെ അഡ്മിഷന് പരിഗണിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് അതായത് ഈ ഒരു കൗൺസിലിങ്ങിനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ടത് ഒന്നാമത്തേത് SSLC സർട്ടിഫിക്കറ്റ്. നിങ്ങളിപ്പോൾ +2 ജയിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് കൂടി എടുക്കുക. SSLC മാത്രമാണ് ജയിച്ചിട്ടുള്ളത്, +2 അതായത് +1 +2 ഒന്നും പഠിച്ചിട്ടില്ല അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിലവിലിപ്പോൾ SSLC പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ SSLC മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ SSLC സർട്ടിഫിക്കറ്റ് എടുക്കുക. അതുപോലെ +2 ജയിച്ച വിദ്യാർത്ഥികൾ SSLCയും +2 സർട്ടിഫിക്കറ്റും എടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ TC എടുക്കണം. അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷയിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ SCBC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ ഫീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. അതുപോലെ തന്നെ TC വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വേറെ എന്തെങ്കിലും റിസർവേഷൻസ് അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അപേക്ഷയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുള്ളതിൽ ചില വിദ്യാർത്ഥികൾ 4000 സംതിങ് ഒക്കെ ഫീസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളവർ അതുകൂടി എടുക്കുക. അതായത് ആ ഒരു 2000 എന്നുള്ളതിന് പകരം 4000 സംതിങ് എടുക്കുക. കാരണം യൂണിഫോം അടക്കമുള്ള ഫീസാണെന്നാണ് തോന്നുന്നത്. കാരണം നിലവിൽ ഇവിടെ കാണുന്ന സമയത്ത് 2750 കാണിക്കുന്നത്. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് മെസ്സേജ് വന്നിട്ടുള്ളത് 4000 സംതിങ് ഫീസ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അങ്ങനെയെങ്കിൽ ആ ഒരു യൂണിഫോമിൻ്റെ ഫീസ് കൂടി കൂട്ടിയിട്ടായിരിക്കും ആ ഒരു പൈസ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുള്ളതിൽ എത്ര രൂപയാണോ ഫീസ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഫീസ് എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷനായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ അപ്പോൾ നിങ്ങൾ ഈ ഒരു അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് 8 മണിക്കാണ് രാവിലെ 8 മണിക്കാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഇൻ്റർവ്യൂയുടെ ടൈം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് രാവിലെ 9 മണിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജിൽ ഏത് സമയത്താണ് വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്തിന് ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് എത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറേ മണിക്കൂറൊക്കെ ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാതിരിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന്
കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് അടുത്ത ITIകളുടേതൊക്കെ ആ ഒരു ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് നിങ്ങളെ അതിന് വിളിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു കോഴ്സ് തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് കോളേജ് അതായത് ITI മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് മാറാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.